ഗുമസ്തേ ഗായ്സ്. അപ്പോൾ ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണല്ലോ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എൻ്റെ ചെക്കൻ എന്നല്ല, എൻ്റെ സ്കൂൾ പഠിക്കുന്ന പിള്ളേരെല്ലാവരും ചെടി നടുന്ന ഫോട്ടോ എടുത്ത് ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെടീൻ്റെ അടുത്തും ഫോട്ടോ എടുത്തിട്ടാണ് ഇട്ടത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൊടിപ്പൊണ്ണും കൂടി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടൗണിലേക്ക് ചെയ്യുന്നത്. ഇത് ഈ പോക്ക് എന്ന് പറയുന്നതില്ല, നമ്മൾ പെരുന്നാളിൻ്റെ എല്ലാം ഇന്നത്തേക്ക് തീർക്കണം എന്നുള്ള രീതിക്കാണ് ഈ യാത്ര കേട്ടോ. അതായത് പെരുന്നാൾ ഫുഡ് ഉണ്ടാക്കാൻ സാധനം വാങ്ങണം, പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ അത് മൊത്തം ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഈ പോക്ക് കേട്ടോ. അപ്പം നാളെ എനിക്ക് പുറത്ത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ ചെയ്തു, ഡ്രസ്സ് ഷോപ്പിലേക്ക് എത്തി. ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സ് അതായത് ട്രയൽ റൂമിലാണ് നമുക്ക് ഭയങ്കര വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. 1 മണിക്കൂറോളം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത്രയ്ക്കും തിരക്കായിരുന്നു. കാരണം മറ്റന്നാൾ പെരുന്നാളുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും എന്നെപ്പോലെ തന്നെ തോന്നുന്നു, എല്ലാവരും ഇന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാത്തിരിപ്പിന് ശേഷം നമ്മൾ പുറത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുക്ക് പോകും ജ്യൂസ് കുടിക്കാമെന്നറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ പപ്സും ജ്യൂസും ഓർഡർ ആക്കി കേട്ടോ. അപ്പോൾ പപ്സ് തിന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ജ്യൂസ് വന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു കാഴ്ച നമ്മളെ ജഗതി കലങ്ങിയില്ല എന്നെന്തോ പറയുന്നില്ല, ആ ഒരു ഇതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ജ്യൂസ് എല്ലാം കുടിച്ച ശേഷം പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ സാധനം വാങ്ങി. ഈവനിങ് ആകുമ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് ചായ എല്ലാം കുടിച്ച് അങ്ങനെ അവൾക്ക് ലാബിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പുരക്കെത്തിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ആരും ഉണ്ടാക്കുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാനാണ് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നത് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ എന്താക്കി, നമ്മളെ കച്ചാ മാംഗോ മുട്ടായില്ല, അത് ഞാൻ പൊടിപ്പിച്ച് അത് ഫസ്റ്റ് ചിയാ സീഡ് പിന്നെ പൊതിർത്തി വെക്കണം കേട്ടോ. അപ്പം അത് പൊതിർത്തി കച്ചാ മാംഗോ പൗഡർ ഇട്ട് പിന്നെ സോഡ ഇക്കണം കേട്ടോ. ആ സോഡ മിക്സ് ചെയ്യണം. പക്ഷെ എൻ്റെ വലിയ മിക്സൊന്നും ആയില്ല. എന്നാലും ഈ ഡ്രിങ്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൂക്ക് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓള് പാങ്ങില്ല എന്ന് പറയും, പക്ഷേ അത് ഓള് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി, ഓൾ അനിയത്തിയാണ് എന്നാൽ ഞാൻ നോക്കട്ടെ. അപ്പം ഓള് മുഖത്തിൽ ഒട്ടും പാങ്ങില്ലാത്ത രീതിയിൽ തോന്നി കേട്ടോ. ഓള് റിയലായിട്ട് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഞാൻ ഓള് പിന്നെ കുടിച്ചപ്പോൾ ഓളതേ എക്സ്പ്രഷൻ, പക്ഷെ ഞാനത് വാങ്ങി കുടിച്ചിട്ടാകുമ്പോൾ എനിക്കും തോന്നി പാങ്ങില്ല. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.